അന്യഗ്രഹ ജീവികളെ കണ്ടെത്തിയെന്നുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതിന് സമാനമായ ഒരു വാർത്ത ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടയുടനെ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു പക്ഷേ ഏലിയൻസിന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നതായിരിക്കാൻ സാധ്യതയുള്ള ചില ലക്ഷണങ്ങൾ ഒരു ഗ്രഹത്തിൽ കണ്ടെത്തിയതാണ്. അതും സങ്കീർണമായ ജീവന്റെ ലക്ഷണങ്ങളൊന്നുമല്ല, പകരം വളരെ ലളിതമായ ബാക്ടീരിയ പോലത്തെ ജീവന്റെ ലക്ഷണങ്ങളാണ്. ഹാബിറ്റബിൾ മേഖലയിൽ തന്നെ നിലനിൽക്കുന്ന ജലത്തിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കപ്പെട്ട ഒരു ഗ്രഹത്തിലാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെത്തലിനെ ശാസ്ത്രലോകം വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത്. K2-18b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് പുതുതായി കണ്ടെത്തിയ ഗ്രഹമൊന്നുമല്ല. 2015 കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്തിയത്. ഇതിൽ ജീവന്റെ സാധ്യതകൾ ഉണ്ടായിരിക്കുമെന്ന് സംശയിച്ചതിനാൽ കണ്ടെത്തിയ നാൾ മുതൽ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. K2-18 എന്ന് പേര് നൽകിയിരിക്കുന്ന ഇതിന്റെ നക്ഷത്രം ഒരു റെഡ് ഡ്വാർഫാണ്. വലിപ്പവും മാസും ഏറ്റവും കുറഞ്ഞ തരം നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. വലിപ്പവും മാസും മാത്രമല്ല, മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് പ്രകാശവും താപനിലയും കുറവാണ്. ഈ K2-18 നക്ഷത്രത്തിന് നമ്മുടെ സൂര്യന്റെ പകുതിയോളം വലിപ്പവും മാസും മാത്രമേയുള്ളൂ. അത് യഥാർത്ഥത്തിൽ സാധാരണ റെഡ് ഡ്വാർഫുകളെ അപേക്ഷിച്ച് വലിയ നക്ഷത്രമാണ്. ഏകദേശം 3200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ശരാശരി താപനില. പുതിയ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തി എന്ന വാർത്ത കേൾക്കുമ്പോൾ ഒട്ടുമിക്കവാറും അതൊരു റെഡ് ഡ്വാർഫ് നക്ഷത്രത്തിനെ വലം വയ്ക്കുന്ന ഗ്രഹമായിരിക്കാം. കാരണം ഇത്തരം നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ള 80% കൂടുതൽ റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റിലും അവയുടെ ഹാബിറ്റബിൾ മേഖലയിൽ തന്നെ ഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം നക്ഷത്രങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. റെഡ് ഡ്വാർഫുകളുടെ താപനില തീരെ കുറവായതിനാൽ അവയുടെ വളരെ സമീപത്തിൽ തന്നെയായിരിക്കും അവയുടെ ഹാബിറ്റബിൾ മേഖല. നക്ഷത്രങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളുടെ ഗ്രാവിറ്റി കാരണം ടൈഡലി ലോക്ക്ഡ് ആയിരിക്കും. അതായത് ഒരു വശം നിരന്തരമായിട്ട് നക്ഷത്രത്തിന് നേരെയും മറുവശം നിരന്തരമായ ഇരുട്ടിലുമായിരിക്കും. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഒരു വശത്തിൽ ഉയർന്ന താപനിലയും മറുവശത്തിൽ തീരെ കുറഞ്ഞ താപനിലയുമായിരിക്കും. മറ്റൊരു കാര്യമെന്നത് റെഡ് ഡ്വാർഫുകളുടെ പ്രകാശത്തിൽ കൂടുതലും ഇൻഫ്രാറെഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലത്തെ സങ്കീർണമായ ജീവൻ ഇത്തരം ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഉദാഹരണത്തിന്, ഭൂമിയിലെ ഏകദേശം എല്ലാ ആവാസ വ്യവസ്ഥകളുടെയും അടിസ്ഥാനം ഫോട്ടോസിന്തസിസ് ആണ്. അതില്ലെങ്കിൽ പിന്നെ അതിനെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥകളെല്ലാം തകരും. എന്നാൽ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ തരത്തിലുള്ള പ്രകാശം ആവശ്യത്തിന് നൽകാൻ റെഡ് ഡ്വാർഫുകൾക്ക് സാധിക്കില്ല. അതിനാൽ ഇത്തരം ഗ്രഹങ്ങളിൽ ഫോട്ടോസിന്തറ്റിക് ആയ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. സാധാരണ റെഡ് ഡ്വാർഫുകളെ അപേക്ഷിച്ച് K2-18 കുറച്ച് കൂടുതൽ ദൃശ്യപ്രകാശം പുറത്തു വിടുന്നുണ്ട്. എങ്കിലും മറ്റൊരു പ്രശ്നമുണ്ട്. ഇത്തരം നക്ഷത്രങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതായത് അവയിൽ നിന്നും സ്ഥിരമായി വളരെ വലിയ സോളാർ ഫ്ലെയേഴ്സും മറ്റ് പ്രതിഭാസങ്ങളുമൊക്കെ സംഭവിക്കാറുണ്ട്. അവയ്ക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ അവയുടെ വളരെ അടുത്തായതിനാൽ ഈ സോളാർ ഫ്ലെയേഴ്സ് ഒക്കെ നിരന്തരമായിട്ട് ഗ്രഹങ്ങളിൽ വന്ന് പതിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ അന്തരീക്ഷങ്ങൾ ഏകദേശം പൂർണ്ണമായും നശിച്ചു പോകും. പക്ഷേ K2-18 നക്ഷത്രം മറ്റ് സാധാരണ റെഡ് ഡ്വാർഫുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആണ്. അതായത് സോളാർ ഫ്ലെയർ പോലെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും അധികം സംഭവിക്കാറില്ല. അതുമാത്രമല്ല, K2-18b നക്ഷത്രത്തിൽ നിന്നും കുറച്ച് അകലെയുമാണ്. അകലെ എന്ന് പറയുന്നത് മറ്റ് റെഡ് ഡ്വാർഫുകൾക്ക് ചുറ്റിലുമുള്ള ഗ്രഹങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ്. സാധാരണ റെഡ് ഡ്വാർഫുകളുടെ ഹാബിറ്റബിൾ മേഖലയിലുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് നക്ഷത്രത്തിന് ചുറ്റും വലം വെക്കുന്നത്. എന്നാൽ K2-18b അതിന്റെ നക്ഷത്രത്തിന് ചുറ്റും ഒരു തവണ വലം വെക്കുന്നത് ഏകദേശം 33 ദിവസങ്ങളുടെ സമയം കൊണ്ടാണ്. ഇതിനു പുറമെ മറ്റൊരു ഗ്രഹവും കൂടെ നക്ഷത്രത്തിനെ വലം വെക്കുന്നുണ്ട്. K2-18c എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. പക്ഷേ അത് നക്ഷത്രത്തിന്റെ തീരെ അടുത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്കറിയാവുന്നത് പോലത്തെ ഒരു തരത്തിലുമുള്ള ജീവനും ഈ ഗ്രഹത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത തീരെയില്ല. എന്നാൽ രണ്ടാമത്തെ ഗ്രഹം, അതായത് K2-18b ഹാബിറ്റബിൾ മേഖലയിലായതിനാൽ അതിൽ ദ്രാവക രൂപത്തിൽ തന്നെ ജലം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. 2019 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉൾപ്പെടെയുള്ള പല ടെലിസ്കോപ്പുകളും ഈ ഗ്രഹത്തിനെയും നക്ഷത്ര വ്യൂഹത്തിനെയും നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണങ്ങളിലൂടെ ഈ ഗ്രഹത്തിൽ ജലത്തിന്റെ അംശമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായി. ജലത്തിന്റെ അംശമെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിന്റെ 1% കൂടുതലും ജലമാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഒരൊറ്റ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലും ഇത്രയും വൻതോതിൽ ജലമില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സമുദ്ര ലോകമായിരിക്കുമെന്നാണ് നിഗമനം.
പക്ഷേ ഉപരിതലത്തിലെ ജലം ഏത് രൂപത്തിലാണ് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർന്നുള്ള നിരീക്ഷണങ്ങളിലൂടെ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ വൻതോതിലുള്ള ഹൈഡ്രജനുമുണ്ടെന്നും കണ്ടെത്തി. അതായത് വാതക ഭീമൻ ഗ്രഹങ്ങളെ പോലെ. പക്ഷേ വാതക ഭീമൻ ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ഭീമാകാരമായ ഗ്രഹമൊന്നുമല്ല. ഇതിന് നമ്മുടെ ഭൂമിയുടെ 8.5 മടങ്ങിൽ കൂടുതൽ മാസം, ഏകദേശം 3 മടങ്ങോളം വലിപ്പവുമുണ്ട്. അതുകൊണ്ട് എന്തായാലും വാതക ഭീമൻ ഗ്രഹമായിരിക്കില്ല. എന്തെന്നാൽ ഇതൊരു ഗ്യാസ് ജെയിന്റ് ആയിരുന്നെങ്കിൽ ഇതിന്റെ സാന്ദ്രത കുറവായിരുന്നേനെ. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒന്നുകിൽ ഇതിന് ഇത്രയും മാസ് ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വലിപ്പമുണ്ടായിരിക്കുമായിരുന്നു. ഇത്തരം ഗ്രഹങ്ങളെ മുൻപ് കണ്ടിട്ടില്ലാത്തതിനാൽ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ പുതിയൊരു തരം ഗ്രഹങ്ങളുടെ പട്ടികയിൽ പെടുത്തി. ഹൈഷ്യൻ പ്ലാനറ്റ്സ് എന്നാണ് ഇപ്പോൾ ഇത്തരം ഗ്രഹങ്ങളെ പറയുന്നത്. ഹൈഡ്രജൻ കൊണ്ട് നിർമ്മിതമായ കട്ടിയുള്ള അന്തരീക്ഷമുള്ള വലിയ സമുദ്രലോകങ്ങളെയാണ് ഹൈഷ്യൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരം ഗ്രഹങ്ങളിലുള്ള ജലം സാധാരണ ജലമായിരിക്കില്ല, മറിച്ച് സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുന്നത്. ഉയർന്ന സമ്മർദ്ദവും താപനിലയുമുള്ള സ്ഥലങ്ങളിലാണ് ജലം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാകുന്നത്. ഈ ഒരു സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഇതിന് ഏകദേശം നീരാവിയുടെ രൂപമായിരിക്കും. എന്നാൽ ഒരേ സമയം തന്നെ അതിന് ജലമായിട്ടും വാതകമായിട്ടും പ്രവർത്തിക്കാൻ കഴിയും. ഇത്തരം ഗ്രഹങ്ങളെ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നും വിളിക്കാൻ കഴിയില്ല, എന്നാൽ ഗ്യാസ് ജെയിന്റ് എന്നും വിളിക്കാനാകില്ല. രണ്ടിനും ഇടയിലുള്ള ഒരു തരം ഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇതിനെ പുതിയൊരു ഗണത്തിലാക്കിയത്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സാന്ദ്രത നോക്കുമ്പോഴും അത് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെയും ഗ്യാസ് ജെയിന്റ്സിന്റെയും സാന്ദ്രതകൾക്കിടയിലായിരിക്കും. ഇതിന് ഭൂമിയുടെ 8.5 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ മാസിൽ ഏകദേശം 6% അതിന്റെ അന്തരീക്ഷത്തിന്റെ മാത്രം മാസാണ്. താരതമ്യേന പറഞ്ഞാൽ ഭൂമിയുടെ മുഴുവൻ മാസിൽ വെറും 0.0000001% മാത്രമാണ് ഭൂമിയുടെ അന്തരീക്ഷം. പക്ഷേ വാതക ഭീമൻ ഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തീരെ കുറവുമാണ്. ഈ ഗ്രഹത്തിനും നക്ഷത്രവ്യൂഹത്തിനും ഏറ്റവും കുറഞ്ഞത് 250 കോടി വർഷങ്ങളുടെ പഴക്കമെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. ഇപ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിലൂടെയും ഈ ഗ്രഹത്തിനെ നിരീക്ഷിച്ചു. അതിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റി. ഏറ്റവും പ്രധാനമായും ഈ ഗ്രഹത്തിൽ മീഥെയ്ൻ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിലെ ജീവന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മീഥെയ്ൻ. പക്ഷേ അത് ജീവന്റെ ഒരു സാധ്യത മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. കാരണം പ്രകൃതിയിലും സാധാരണഗതിയിൽ പല രീതികളിലും മീഥെയ്ൻ ഉണ്ടാകാറുണ്ട്. മീഥെയ്ന് പുറമെ കാർബൺ ഡയോക്സൈഡിനെയും കൂടി കണ്ടെത്തി. ഹാബിറ്റബിൾ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു എക്സോ പ്ലാനറ്റിൽ ഇതാദ്യമായിട്ടാണ് കാർബൺ ഡയോക്സൈഡിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കപ്പെടുന്നത്. പക്ഷെ അതും പ്രകൃതിയിൽ തന്നെ പല രീതികളിലും ഉണ്ടാകാറുണ്ട്. നമ്മുടെ വീനസിലും മാർസിലും പോലും കാർബൺ ഡയോക്സൈഡിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇതും ജീവന്റെ ഒരു സാധ്യതയെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കണ്ടുപിടുത്തം എന്നത് ഇതിന്റെ അന്തരീക്ഷത്തിലെ ഡൈമെഥിൽ സൾഫൈഡിന്റെ സാന്നിധ്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വിഷവാതകമാണ്. ഫ്രഞ്ചുകാരും ജർമ്മനിക്കാരും 1-ാം ലോക മഹായുദ്ധകാലത്തിൽ ചില ഗ്യാസ് അറ്റാക്സിന് വേണ്ടി ഈ വാതകത്തിനെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഭയങ്കര മാരക വിഷമില്ലാത്തതിനാൽ അധികമായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. ഈ വാതകം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് ഇതിനെ വിശിഷ്ടമായിട്ട് പരിഗണിക്കാനുള്ള കാരണം. ഭൂമിയിൽ ഡൈമെഥിൽ സൾഫൈഡ് ഉണ്ടാകുന്നത് സമുദ്രത്തിലെ ജീവജാലങ്ങൾ കാരണം മാത്രമാണ്. അതായത് ഫൈറ്റോ പ്ലാങ്ക്ടൺ പോലെയുള്ള സൂക്ഷ്മജീവികളാണ് സൾഫറിനെ ഡൈമെഥിൽ സൾഫൈഡാക്കി മാറ്റുന്നത്. ഭൂമിയിൽ ഡൈമെഥൈൽ സൾഫൈഡ് ഉണ്ടാകുന്ന പല സ്രോതസ്സുകളെയും നിരവധി പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ സ്രോതസ്സുകളെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള സൂക്ഷ്മജീവികളായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭൂമിയിലുള്ള ജീവൻ കാരണം മാത്രമേ നാച്ചുറലായിട്ട് ഭൂമിയിൽ ഡൈമെഥൈൽ സൾഫൈഡ് ഉണ്ടാകുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്കിത് ലാബുകളിൽ കൃത്രിമമായിട്ട് നിർമ്മിക്കാം. പക്ഷേ പ്രകൃതിയിൽ ഇത് സൂക്ഷ്മജീവികൾ കാരണം മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രഹത്തിൽ കണ്ടെത്തിയ ഡൈമെഥിൽ സൾഫൈഡിന്റെ നിലനിൽപ്പ് വളരെ വലിയൊരു കണ്ടുപിടുത്തമായിട്ട് പരിഗണിക്കുന്നത്. അതായത് ഭൂമിയിലെ വാതകം സൂക്ഷ്മജീവികൾ കാരണം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ഗ്രഹത്തിൽ കണ്ടെത്തിയ ഡൈമെഥിൽ സൾഫൈഡിന് പിന്നിൽ 3 സാധ്യതകൾ നമുക്ക് ഊഹിക്കാം. ഒന്നുകിൽ ഈ കണ്ടുപിടുത്തം ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഏതെങ്കിലും വിധത്തിൽ ജീവന്റെ സാന്നിധ്യമില്ലാതെ ഇത് പ്രകൃതിയിൽ തന്നെ രൂപം കൊള്ളുന്ന ഒന്നായിരിക്കാം. അതൊരുപക്ഷെ ഹൈഷ്യൻ ഗ്രഹങ്ങളിൽ മാത്രമുള്ള നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും വിചിത്രമായ രാസപ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്നതായിരിക്കാം. എന്നാൽ 3-ാമത്തെ സാധ്യതയാണ് നമ്മെ ഏറ്റവും കൂടുതൽ ആകാംക്ഷഭരിതരാക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചു കാണും. ഒരുപക്ഷെ ഈ ഗ്രഹത്തിൽ നിലനിൽക്കുന്ന സൂക്ഷ്മജീവികൾ കാരണമായിരിക്കും ഈ വാതകമുണ്ടായത്. സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ ജലം നിലനിൽക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഭൂമിയിലുമുണ്ട്.
അതാണ് സമുദ്രങ്ങളുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ഹൈഡ്രോ തെർമൽ വെന്റ്സ്. ഈ ഹൈഡ്രോ തെർമൽ വെന്റുകൾക്ക് ചുറ്റിലും ഭൂമിയിൽ വേറെ ഒരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു അതുല്യമായ ആവാസ വ്യവസ്ഥ തന്നെ ഉണ്ടായിരിക്കും. ഈ ആവാസ വ്യവസ്ഥയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന നിരവധി ജീവജാലങ്ങളെയും ഇത്തരം ഹൈഡ്രോ തെർമൽ വെന്റുകൾക്ക് ചുറ്റിലും കാണാം. ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് സൂര്യപ്രകാശത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഈ ഹൈഡ്രോ തെർമൽ വെന്റുകളിലുള്ളതിന് സമാനമായ സാഹചര്യങ്ങളായിരിക്കും ഹൈഷ്യൻ ഗ്രഹങ്ങളിലുമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കണ്ടെത്തിയ ഡൈമെഥിൽ സൾഫൈഡിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ജീവന്റെ സൂചനയായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടെത്തൽ വളരെ വലിയൊരു കാര്യമായി പരിഗണിക്കുന്നത്. കാരണം ഇത്രയും കാലത്തെ നിരീക്ഷണങ്ങളിൽ ഇതുവരെ ഇത്രയും വലിയ ശക്തമായ ബയോ സിഗ്നേച്ചർ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇത് ഏലിയൻസിന്റെ തെളിവ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ നിലവിൽ നമുക്കാകില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിരീക്ഷണങ്ങളിൽ സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അവിടെ ഡൈമെഥിൽ സൾഫൈഡ് ഉള്ളതായിട്ട് തോന്നിയതായിരിക്കാം. പണ്ട് വീനസിന്റെ കാര്യത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാത്ത രീതിയിൽ പ്രകൃതിയിൽ തന്നെ ഈ വാതകമുണ്ടാകുമായിരിക്കാം. ഇങ്ങനെ ഇതിനു പിന്നിൽ അന്യഗ്രഹ ജീവികൾക്ക് പുറമെ ഒഴിവാക്കാൻ പറ്റാത്ത 2 സാധ്യതകളുമുണ്ട്. ഇതിലൊന്നാമത്തെ സാധ്യത ഇനിയും ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥിരീകരിക്കപ്പെടും. എന്നാൽ രണ്ടാമത്തെ സാധ്യത നേരിട്ട് ചെന്ന് നോക്കാതെ നമുക്കൊരിക്കലും പൂർണ്ണമായും സ്ഥിരീകരിക്കാനാകില്ല. അതുമാത്രമല്ല, ഇതിനു പിന്നിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളതായിട്ട് ജ്യോതിശാസ്ത്രജ്ഞർ സംശയിക്കുന്നത്. പക്ഷെ ഈ സംശയം തെറ്റായിരിക്കട്ടെ എന്നും അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം കൂടുതൽ പഠന റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.